ചോദ്യം: സ്ത്രീയുടെ പിന്നിൽ പുരുഷനു തുടരാമോ? ഉത്തരം: തുടരാവതല്ല. സ്ത്രീ ഇമാമത്ത് നിന്നാൽ അവളെ പുരുഷനോ ആൺകുട്ടികളോ തുടരൽ സ്വഹീഹല്ല. ചോദ്യം: സ്ത്രീകൾ മാത്രമുള്ള ജമാഅത്തിന് സ്ത്രീ ഇമാമത്ത് നിൽക്കലോ പുരുഷൻ ഇമാമത്ത് നിൽക്കലോ ശ്രേഷ്ഠം? ഉത്തരം: പുരുഷൻ ഇമാമത്ത് നിൽക്കലാണ് ഏറ്റവും നല്ലത്. ചോദ്യം: നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന വിഷയത്തിൽ അറബികൾക്ക് അവരല്ലാത്തവരെക്കാൾ സ്ഥാനമുണ്ടോ? ഉത്തരം: ഉണ്ട്. അറബ് നാട്ടിൽ അനറബികൾ ഇമാമത്ത് നിൽക്കുന്നത് നല്ലതിന് എതിരാണ്. അറബികൾ തന്നെ ഇമാമത്ത് നിൽക്കലാണ് ഏറ്റവും ഉത്തമം. ചോദ്യം: നിസ്കാരത്തിൽ നിൽക്കുന്ന വേളയിൽ തല അല്പം താഴ്ത്തി നിൽക്കൽ പുണ്യമാണോ? ഉത്തരം: അതെ, അത് സുന്നത്താണ്. നൃത്തത്തിലും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് പുണ്യം. ചോദ്യം: ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ ഇമാം ഒഴിവാക്കിയാൽ അത് ജമാഅത്തിൽ നിന്ന് വിട്ടുപിരിയാൻ കാരണമാണോ? ഉത്തരം: സൂറത്ത് ഒഴിവാക്കിയാൽ ഇമാമുമായി വിട്ടുപിരിയാനുള്ള കാരണമാണ്. പ്രത്യേക സൂറത്ത് ഒഴിവാക്കിയാൽ ഇമാമുമായി വിട്ടുപിരിയാനുള്ള കാരണമായി ഫുഖഹാ പറഞ്ഞത് കണ്ടിട്ടില്ല. ചോദ്യം: കാരണത്തോടെ ഇമാമിനെ വിട്ടുപിരിഞ്ഞാൽ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുമോ? ഉത്തരം: അതെ, ലഭിക്കുന്നതാണ്. ചോദ്യം: വിഷം നജസാണല്ലോ, അപ്പോൾ വിഷപ്പാമ്പ് നിസ്കാരത്തിൽ കുത്തിയാൽ നിസ്കാരം ബാത്തിലാവുമോ? ഉത്തരം: അതെ, ബാത്തിലാവും. ചോദ്യം: സംസാരശേഷിയും കേൾവിയും ഇല്ലാത്തവനെ തുടർന്ന് നിസ്കരിക്കാമോ? ഉത്തരം: കേൾവിയില്ലാത്തവനെ തുടർന്ന് നിസ്കരിക്കാം. സംസാരശേഷി ഇല്ലാത്ത ഊമയെ അവനെപ്പോലെയുള്ളവർക്ക് തുടർന്ന് നിസ്കരിക്കാം. ഇതരർക്ക് തുടരാൻ പാടില്ല. ചോദ്യം: സഫുകൾ മടമ്പൊപ്പിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ ഗ്രന്ഥമേത്? ഉത്തരം: അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞത് കണ്ടിട്ടില്ല. തോളുതോളോടും പാദം പാദത്തിനോടും ചേർക്കണമെന്ന് ഹദീസിലും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ചോദ്യം: മടമ്പൊപ്പിച്ച് നിന്നാൽ പിരടി ഒത്തുവരില്ലേ? ഉത്തരം: ഒത്തുവരുമെന്ന് ഷർവാനിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്.